ഹായ് ഹലോ നമസ്കാരം. സതീഷ് വയനാട് വണ്ടിമലയും. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ നമ്മുടെ വയനാട്ടിലെ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിലാണ് കേട്ടോ. നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിലെ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മള് കുറച്ച് കാലത്തിന് ശേഷം ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഒന്ന് റിലാക്സ് ആകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഒന്നിങ്ങോട്ട് വന്നാണ്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം, എങ്ങനെ കാഴ്ചകൾ എന്നൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം അല്ലേ. കാരണം സൺസെറ്റ് കുറച്ച് കുറവാണ്, അതിൻ്റെ ഒരു മനോഹാരിത കുറച്ച് കുറയും. പക്ഷെ എങ്കിലും നമുക്ക് ഇവിടുത്തെ പുതിയ അനുഭവം എന്താണെന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞു വരാം. ഓക്കെ, വണ്ടി ഇവിടെ നിർത്തി. പിന്നെ അങ്ങോട്ടേക്ക് കണ്ടില്ലേ, ഇത്രയും തിരക്ക് അവിടെ എല്ലാം കൊണ്ട് ആ ഭാഗത്തൊന്നും വണ്ടി ഇടാതെ ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി വെച്ചതാണ്. അപ്പൊ ഇവിടെ സേഫാണ് എന്തായാലും. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കുറച്ച് കാണാം അല്ലേ. ഇന്ന് നല്ല തിരക്കുണ്ട്, നല്ല ആളുണ്ട്, കണ്ടില്ലേ. അപ്പൊ എന്താണെങ്കിലും നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം ആളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇനിയിപ്പോ ടിക്കറ്റൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് കുറയോ കൂടുമെന്നുള്ള അറിയില്ല. എന്തായാലും ടൂറിസ്റ്റ് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊക്കെ ശേഷം കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. ഇവിടെ ഈ വേലിയൊക്കെ ഉണ്ടല്ലേ, ഈ കമ്പി ഇവിടെ ഇങ്ങനെ ഈ മരത്തിന്റെ ഈ മുള വെച്ചിട്ട് വേലി കെട്ടാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഓഫ് റോഡ് വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഓഫ് റോഡ് കളിച്ച് ആകെ കൊളാക്കിയിട്ട് പോയതാ. കുറേ ആൾക്കാർ വെള്ളത്തിലേക്കൊക്കെ വണ്ടി മറിച്ചിട്ടു. അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ ഒരു നിയന്ത്രണമൊക്കെ വെച്ചതാണ്. അല്ലെങ്കിൽ ഇതാ ഇവിടെ താഴെ വരേക്കൊക്കെ വണ്ടി കൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ പോയിട്ടാണ് ഇത് ഇല്ലാതായത് കേട്ടോ. ഇന്നത്തെ ദിവസം എന്തായാലും സണ്ണ് കിട്ടിയില്ല. എന്തായാലും സൺസെറ്റ് നമുക്ക് അങ്ങനെ ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. പക്ഷെ ആളുകൾ നല്ലോണം ഉണ്ട്, കണ്ടില്ലേ. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. എത്ര നേരം ഇവിടെ ചിലവഴിച്ചാലും നമുക്ക് മനസ്സിന് അത്രയും സുഖകരമായിട്ടുള്ളൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല അവിടെ. നമ്മുടെ വയനാട്ടിലുണ്ടല്ലോ, വയനാട്ടിൽ ഇതുപോലെയുള്ള സ്ഥലം എനിക്ക് എൻ്റെ അറിവിൽ ഇനി വേറെ ഇല്ല. അപ്പോൾ എന്തായാലും ഈ വയനാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന ആൾക്കാർ പിന്നെയും ഇങ്ങനെ വരും. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റും അതുപോലെ വളരെ അധികം ഒരു മനസ്സിന് വളരെയധികം കുളിർമ നൽകുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഈ വയനാടിൻ്റെ ഒരു എന്താ പറയുക, പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് ഈ നമ്മുടെ ഈ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ്. ഈ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിൽ ഇവിടെ ടിക്കറ്റ് വേണ്ട. അതുപോലെ നമ്മുടെ മഞ്ഞപ്പാറ വ്യൂ പോയിന്റിലാണെങ്കിലും അവിടെയും ടിക്കറ്റൊന്നും വേണ്ട. പക്ഷെ ഭാവിയിൽ അവിടെയൊക്കെ ആവും എന്നുള്ളത് കൊണ്ട് എന്തായാലും ഇപ്പോൾ ഒക്കെ വന്ന് ആസ്വദിക്കുന്നവർക്ക് വളരെയധികം നല്ല കാര്യമാണ്. ഞാനിപ്പോൾ അവിടെ നിന്നൊക്കെ ഇവിടെ വന്ന് ഇടയ്ക്കൊക്കെ വന്ന് പോകുന്നുണ്ടെങ്കിലും വീഡിയോ അങ്ങനെ ചെയ്യാറില്ല, എപ്പോഴും വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഒരു സുഖമാണ്. പിന്നെ അക്വേറിയാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് മീനുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്പർ വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവനുള്ള മീനുകളെ തന്നെ അപ്പോൾ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ സൺസെറ്റ് ഇന്ന് എന്തായാലും കിട്ടിയില്ല. സൺസെറ്റ് ഇന്നത്തെ കാലാവസ്ഥ വളരെ നമുക്ക് പ്രതികൂലമായിപ്പോയി. ആളുകളൊക്കെ എന്തായാലും നല്ലോണം ഉണ്ട്. കുറേ ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ഒരാഴ്ച കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പച്ചപ്പൊക്കെ ഉണ്ടായിട്ട് ഇവിടെ മഴയൊക്കെ പെയ്ത് നല്ല അടിപൊളി വ്യൂ വരും. നമുക്കിവിടെയൊക്കെ ഈ പുല്ലിലൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നേരെ ഓപ്പോസിറ്റ് ഇതാ ആ കാണുന്ന മലയുണ്ടല്ലോ, ആ മലേൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാഴ്ച കിട്ടും. അത് നമ്മൾ ആ കുന്നിൻ്റെ മുകളിൽ അപ്പുറത്തെ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാരാപ്പുഴ ഡാമുണ്ടല്ലോ, ഡാമിൻ്റെ ആ കെട്ട് ഉള്ള സ്ഥലമാണ്. അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടും അതിൻ്റെ ആ ഭാഗത്തുള്ള വെള്ളമൊക്കെ കാണാൻ പറ്റും. നല്ല രസമുള്ള സ്ഥലമാണത്. പിന്നെ അതാ ഇവിടെ ഇങ്ങനെ ഈ കാലികളൊക്കെ മേയ്ക്കുന്നുണ്ടല്ലേ, കാലികൾ മേഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ. ഈ മേഞ്ഞ് കിടക്കുന്ന കാലികളൊക്കെ എന്ന് വെച്ചാൽ ഇവിടുത്തെ സാധാരണ എന്താ പറയുക, ഇവിടെ താമസിക്കുന്ന ആളുകളുടെ കാലികളാണ് കേട്ടോ. ഇത് ഈ വെച്ചൂരാനം പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ചെറിയ ഇത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. ഇത് നല്ല ഔഷധ ഗുണമുള്ള പാല് കിട്ടും എന്നുള്ള ഒരു കാര്യം കൂടി അതുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ വന്നതിലൊരു നഷ്ടം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു അന്തരീക്ഷം കിട്ടിയില്ല. ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ ആർക്കും അത്ര എന്താ പറയുക, ഇവിടെ വന്നിട്ട് വലിയ ഒരു നല്ല കാഴ്ച കിട്ടാൻ പറ്റിയില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ക്ലൈമറ്റ് എന്തായാലും അടിപൊളിയാണ്.
അതിലെന്തായാലും എല്ലാവരും സന്തോഷമായിട്ടുണ്ടാവും എന്നുള്ളത് വിചാരിക്കുന്നു. സൺസെറ്റ് കാണാൻ പറ്റിയില്ലെങ്കിലും അടിപൊളിയാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇന്നത്തെ ഒരു കാലാവസ്ഥ വളരെയധികം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ്. ഈ ഇത്രയും ആളുകളൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാവരും നല്ല ഹാപ്പിയിലൊക്കെ തന്നെയാണ്. എന്നാലും എനിക്ക് ഈ സൺസെറ്റ് ഇവർക്കാർക്കും കാണാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ വിഷമമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ഇവരുടെ അടുത്തൊന്ന് ചോദിച്ചാലോ? ഹായ് ഹായ്, എവിടെയാണ് സ്ഥലം? കമ്പളക്കാടാണ്. കമ്പളക്കാട് നിന്ന് വന്ന ഒരു അല്ലേ ടീമാണ്. എന്താണ് ഇവിടെ വന്നിട്ടുണ്ട്? ആദ്യമായിട്ടാണോ? ഇല്ല, ഇതിന്റെ മുന്നേ ഒരു വട്ടം വന്നിട്ടുണ്ട്. നല്ല വേനൽക്കാലത്തായിരുന്നു. അപ്പൊ നല്ല സൺസെറ്റ് കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ സൺസെറ്റിന്റെ ഒരു ഭംഗിയൊക്കെ അറിയാം അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ അവസ്ഥയിൽ എന്ത് പറയുന്നു? ഈ ഒരു കുഴപ്പമില്ല, എന്താ പറയാ, സൺസെറ്റിന്റെ ഒരു ഇതുണ്ട്, ഇല്ലാത്തുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. സൺസെറ്റ് കുറവ് അതിന്റെ ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും ക്ലൈമറ്റ് ഓക്കെ ആണ് അല്ലേ? ക്ലൈമറ്റ് ഓക്കെ. ഇന്നലെ മഴയായിരുന്നു, മഴ അതിന്റെ ഒരു തണുപ്പ് എന്തായാലും ഇഷ്ടമുണ്ട്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുള്ള ഒരു ഇത് തന്നെയാണ്. നമ്മുടെ നാടിൻ്റെ ഒരു എന്താ പറയുക, നല്ല ഒരു അഭിമാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഈ വയനാടിൻ്റെ അല്ലേ? നെല്ലാർച്ചാൽ നമ്മൾ വയനാട്ടുകാർ എല്ലാവരും അല്ലേ? എല്ലാവരും അപ്പോൾ ഈ വയനാട്ടുകാർ തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ കൂടുതലായിട്ടും ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെ വരുന്നത്. എന്നാലും ടൂറിസ്റ്റുകൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അറിഞ്ഞറിഞ്ഞ് ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അറിഞ്ഞറിഞ്ഞ് വരിക വെച്ചാൽ ഇനി ഇത് ടൂറിസം വകുപ്പ് ഏറ്റെടുക്കാൻ പോകണം. അതറിയോ? ഏറ്റെടുക്കാൻ പോകാൻ കേട്ടു. ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നത് ഇത് ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിൽ ഉള്ള സംഭവമാണ്. ഇപ്പോൾ ടൂറിസം ഏറ്റെടുക്കാൻ പോകാമെന്ന് കേട്ടു. അങ്ങനെ ആകുമ്പോൾ ടിക്കറ്റ് ഒക്കെ വരും, ഡെവലപ്പ് ആവും ചെയ്യും. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ വന്നിട്ട് ഈ ഓഫ് റോഡ് വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് ഓഫ് റോഡ് കളിച്ചിട്ട് അന്ന് പ്രശ്നം. അതെ അതെ അതെ, വരാൻ പറ്റില്ല, ചളിയായിട്ട് ഇതുപോലെ ഇറങ്ങി. അതാണ് ഓഫ് റോഡ്. ഇവിടെയൊക്കെ ഇത് ഈ താഴെ വെള്ളത്തിലേക്ക് ഓഫ് റോഡ് എന്താ പറയാ, വണ്ടി കൊണ്ട് ഓഫ് റോഡ് കളിച്ച് താഴേക്ക് പോയിട്ടുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒരു 5-6 പേരൊക്കെ 2-3 വണ്ടികളൊക്കെ മറിച്ചിട്ട് അല്ലേ, ട്രാക്ടറൊക്കെ കെട്ടി വലിച്ച് അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ഫലമായിട്ടാണ് ഇപ്പൊ ഈ വണ്ടികളൊന്നും ഇങ്ങോട്ട് താഴേക്ക് ഇറക്കാത്ത. അല്ലെങ്കിൽ താഴെ വരേക്ക് പോയിരുന്നു അല്ലേ? താഴെയൊക്കെ കൊണ്ട് നിർത്തിയിട്ട് ഈ വെയ്യാത്തവർക്കൊക്കെ അതൊരു നല്ലൊരു കാര്യമായിരുന്നു. കാരണം വെച്ചാല് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് കാഴ്ചകൾ കാണാൻ. അതെ, ഇപ്പൊ അത് പറ്റില്ല. ഓരോരുത്തർ ചെയ്തു വെക്കുന്നതിന്റെ ബാക്കിയുള്ളവർക്കാണ് അതിന്റെ ഒരു പരിണിത ഫലം വരുന്നത്. അപ്പൊ എന്തായാലും അതുപോലുള്ള കാര്യങ്ങളൊന്നും ആരും എവിടെയും ചെന്ന് ചെയ്യാതിരിക്കാണ് വളരെ നല്ലത് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഉപദ്രവമാണത്. അപ്പോൾ കാണുക, ആസ്വദിച്ച് പോവുക. വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാൻ ഏറ്റവും നല്ല പീസ്ഫുള്ളാണ്. അപ്പൊ എന്തായാലും എല്ലാവരോടും അപ്പോൾ ഇവരൊക്കെ വളരെയധികം സന്തോഷത്തോടെയാണെന്ന് കേട്ടതിൽ എനിക്കും സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ അടുത്ത് നിന്നും എല്ലാം മാറുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു കേട്ടോ. ശരി. അയ്യോ, അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ സൺസെറ്റ് എന്തായാലും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്തായാലും കൂടുതൽ ആളുകളെയൊക്കെ കണ്ട്, കുറേ ആളുകളെയൊക്കെ കണ്ട് അവരുടെ സന്തോഷമൊക്കെ കണ്ട് എനിക്ക് എന്തായാലും സൺസെറ്റ് കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് എന്തായാലും തൃപ്തിയായിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഒരാളുടെ അടുത്തും കൂടി ചോദിക്കാൻ, ഒരു ഫാമിലിയുടെ അടുത്തും കൂടി ചോദിക്കാനുണ്ട്. ഹിന്ദി ആണെന്ന് തോന്നുന്നുണ്ട്, ചോദിച്ചു നോക്കാം. ഹായ്, ഗുഡ് ഈവനിങ് സാർ. थैंक यू सर. किधर से है सर? हम रायचूर से है, कर्नाटक से. रायचूर जिला से. हाँ, कन्नड़ा थोड़ा बात करते हैं. हाँ, हिंदी भी आते हैं मुझे. हिंदी भी आते हैं. ओके, बहुत अच्छा है सर. यहाँ का क्लाइमेट और यहाँ का नेचर, जो यहाँ का बादल वगैरह और पहाड़ के साथ वो देखने के लिए बहुत खुशी होता है. और पीसफुल है यहाँ का. यहाँ का नेचर बहुत पीसफुल है. अच्छा है. और if they want, they like in photography, they have to come here. They must and should, sir. It is very super. അപ്പോൾ എന്തായാലും അവരൊക്കെ എന്തായാലും വളരെയധികം നന്നായിട്ട് സന്തോഷമായിട്ട് ഇവിടെ ഹാപ്പി ആയിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത് എന്നുള്ളത് അറിഞ്ഞു. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ നമുക്ക് സൺസെറ്റ് കണ്ടില്ലെങ്കിലും ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാണെന്നുള്ളത് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ നാടിൻ്റെ ഒരു എന്താ പറയുക, അഭിമാനമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ് എന്നുള്ളത്. ഇനി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ കണ്ടന്റ് എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്, ലെങ്ത്ത് കുറഞ്ഞിട്ട്. പക്ഷേ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടി പോകാറിയാതെ എടുത്താലും ഇവിടെ കട്ട് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു. हेलो गाइस. बोलो हेलो सर. हेलो बोलो. Like, subscribe and comment. He is a great person. Filming content, I also know filming content is such a big background on so many people is really tough.
Please like, comment and share. Great job, brother. Great job. താങ്ക് യു സാർ. അപ്പോൾ എന്താണേലും അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.